ചൂരൽമലയിലും മുണ്ടക്കയിലുമൊക്കെ സിപ്പ് ലൈൻ ഉപയോഗിച്ച് രക്ഷാപ്രവർത്തനം നടത്തുന്ന കാഴ്ച ഏവരും ആശങ്കയോടുകൂടി കണ്ടതാണ്. എന്നാൽ മുക്കം അഗ്നിരക്ഷാ നിലയം സിപ്പ് ലൈൻ ഉപയോഗിച്ച് ഒരു ഓണാഘോഷ പരിപാടി സംഘടിപ്പിച്ചു. ഓണം കളറാക്കാൻ ഇത്തവണ മാവേലി പറന്നിറങ്ങിയതും സിപ്പ് ലൈനിലൂടെയാണ്. മുക്കം ഫയർ യൂണിറ്റ് റിക്രിയേഷൻ ക്ലബ്ബാണ് ഇങ്ങനെയൊരു വെറൈറ്റി ഓണാഘോഷത്തിന് പിന്നിൽ. എവിടെയെങ്കിലും കുടുങ്ങിപ്പോയവരെയും ഒറ്റപ്പെട്ടവരെയും സുരക്ഷിത സ്ഥാനങ്ങളിൽ എത്തിക്കാനുള്ള സംവിധാനമാണ് റോപ്പ് റെസ്ക്യൂ സ്വിപ്പ് ലൈൻ. എന്നാൽ രക്ഷാപ്രവർത്തനത്തിന് മാത്രമല്ല, മാവേലിക്ക് പറന്നിറങ്ങാനും ഈ റോപ്പ് റെസ്ക്യൂ സ്വീപ്പ് ലൈൻ ഉപകരിക്കുമെന്നാണ് മുക്കം അഗ്നിരക്ഷാ സേനയുടെ ഓണാഘോഷം കാണിച്ചു തരുന്നത്. ഇത്തവണത്തെ മുക്കം അഗ്നിരക്ഷാ സേനയുടെ ഓണാഘോഷ വേദിയിലേക്ക് മാവേലി പറന്നിറങ്ങിയത് റോപ്പ് റെസ്ക്യൂ സ്വിപ്പ് ലൈനിലൂടെയാണ്. നിരവധി പേരാണ് ഈ അപൂർവ കാഴ്ച കാണാനായി ഫയർ യൂണിറ്റിന്റെ ഓണാഘോഷ ചടങ്ങുകളിൽ പങ്കാളികളായത്. പൂക്കളമിട്ടും പാട്ടുപാടിയും മറ്റ് വിനോദ പരിപാടികൾ ഒരുക്കിയും ഓണാഘോഷം പൊടിപൊടിക്കുന്നതിനിടയിലാണ് ഏവരെയും അത്ഭുതപ്പെടുത്തിക്കൊണ്ട് മാവേലി ആകാശത്തു നിന്നും ഓലക്കുടിയും ചൂടി പറന്നിറങ്ങിയത്. ഇതോടെ ഓണാഘോഷത്തിനെത്തിയ വിശിഷ്ട വ്യക്തികളും ഫയർ യൂണിറ്റ് അംഗങ്ങളുടെ കുടുംബാംഗങ്ങളും പരിസരവാസികളും ആവേശത്തോടെ കരഘോഷമൊഴുക്കി മാവേലിയെ വരവേറ്റു. അഗ്നിരക്ഷാസേന ഉദ്യോഗസ്ഥനായ ഫിജീഷാണ് മാവേലിയായി വേഷമിട്ട് സ്വിപ്പ് ലൈനിലൂടെ ആൾക്കൂട്ടത്തിലേക്ക് എത്തിയത്. സാധാരണ പല രീതികളിലും ഓണാഘോഷത്തിനിടയിൽ മാവേലി എത്തുന്നത് കണ്ടിട്ടുണ്ടെങ്കിലും റോപ്പ് വഴി പറന്നിറങ്ങിയ മാവേലി ആദ്യ അനുഭവമായിരുന്നു. ഓരോ ഓണക്കാലത്തും അഗ്നിരക്ഷാ സേനാംഗങ്ങൾക്ക് കുടുംബത്തോടൊപ്പം ഓണം ആഘോഷിക്കാൻ സാധിക്കാറില്ല. ഇതിനൊരു പരിഹാരമെന്ന നിലയിലാണ് ഇത്തവണത്തെ ഓണാഘോഷം വിപുലമായി ആഘോഷിക്കാൻ മുക്കം ഫയർ യൂണിറ്റ് തീരുമാനിച്ചത്. ന്യൂസ് മലയാളം, കോഴിക്കോട്.